ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നത്. പ്രത്യാക്രമണം എന്നോളം അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള GCC രാജ്യങ്ങളെ ഇറാൻ തിരിച്ചാക്രമിച്ചു. ഈ സൈനിക താവളങ്ങളിലേക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പറയുമ്പോഴും GCC രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ ലംഘനവുമായിട്ടാണ് ഇറാന്റെ ഈ ആക്രമണത്തെ GCC രാജ്യങ്ങൾ കണ്ടത്. ഇറാനെ ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല എന്ന് അമേരിക്കയോട് ഈ GCC രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അമേരിക്ക അതൊന്നും ചെവിക്കൊണ്ടില്ല. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ശരിക്കും ആ ആക്രമണം ആയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. ഇതിനായിട്ടുള്ള ആസൂത്രണം നവംബർ മുതൽ തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ഇറാന്റെ പരമോന്നത നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. അദ്ദേഹം കൊല്ലപ്പെട്ടതിനു ശേഷം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉയർന്നിരുന്നു: അടുത്ത ഇറാന്റെ പരമോന്നത നേതാവ് ആര് എന്ന്. എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഇറാന്റെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായിട്ട് എത്തിയത് ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ പുത്രനായ മൊജ്തബ ഖമേനിയാണ്. ഈ മൊജ്തബ ഖമേനിയെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇറാനിലൊരു പ്രക്ഷോഭവും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തിൽ പ്രധാനമായിട്ടും സ്ത്രീകളാണ് പങ്കാളികളായത്. അതിനുള്ള പ്രധാന കാരണം ഈ മൊജ്തബ ഖമേനിയുടെ ചില നിലപാടുകളാണ്. പിതാവിനേക്കാൾ കർക്കശക്കാരനാണ് മൊജ്തബ ഖമേനി എന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ഒരു അവസ്ഥ, അതായത് ഇപ്പോഴത്തെ ഇറാൻ ശരിക്കും സംഘർഷഭരിതമാണ്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും, മറുവശത്ത് ഇറാനിലെ ജനങ്ങൾ തന്നെ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു വൻ പ്രക്ഷോഭം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഇറാന്റെ കറൻസിയായ ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞതിനെ തുടർന്ന് അവിടുത്തെ കടക്കാരാണ് കടകളെല്ലാം അടച്ച് പ്രക്ഷോഭം തുടങ്ങി വെച്ചത്. പിന്നാലെ അത് അവിടുത്തെ ജനത ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 10,000-കണക്കിന് പേരാണ് ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. മനുഷ്യാവകാശ സംഘടനകളെല്ലാം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഇപ്പോഴത്തെ പരമോന്നത നേതാവും ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ പുത്രനുമായ മൊജ്തബ ഖമേനി ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മൊജ്തബ ഖമേനി കർക്കശ നിലപാടുകാരനാണ്. നമുക്കറിയാം, ഇറാനിൽ ഉള്ള നിയമങ്ങൾ കുറച്ച് കടുപ്പമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ സ്വാതന്ത്ര്യമൊന്നും ഇറാനിയൻ നിയമം സ്ത്രീകൾക്ക് അനുവദിക്കുന്നില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ജോലി ചെയ്യുന്ന കാര്യത്തിലും പുറത്തിറങ്ങി നടക്കുന്നതിനും അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക്. ഇതിനെതിരായിട്ട് കാലാകാലങ്ങളായിട്ട് അവിടെ പ്രക്ഷോഭവും കലാപവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഈ കലാപവും പ്രക്ഷോഭവും ഒക്കെ അടുത്ത ലെവലിലേക്ക് എത്തി. ആയത്തുള്ള ഖമേനിയെ താഴെ ഇറക്കാനായിട്ടായിരുന്നു ഒരു വശത്ത് പ്രക്ഷോഭം. ഇതിനിടയിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നതും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രനായ മൊജ്തബ ഖമേനി അധികാരത്തിലെത്തുന്നതും. ഇപ്പോ മൊജ്തബ ഖമേനിക്ക് എതിരെയാണ് പ്രക്ഷോഭം നടക്കുന്നത്. ഇത് ഒരു വശത്ത്. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, തനിക്ക് സ്വീകാര്യനല്ലാത്ത പരമോന്നത നേതാവിനെ ഇറാൻ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ടും അതിനെ എതിർക്കും, അതിനെതിരെ അടുത്ത പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയെ അമേരിക്കയ്ക്കും ഒട്ടും സ്വീകാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നേരത്തെയുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമുണ്ടായിരുന്നു. പലപ്പോഴും ബങ്കറുകളിലും ഒളിത്താവളങ്ങളിലും ഒക്കെയാണ് മാറി മാറി ആയത്തുള്ള ഖമേനി കഴിഞ്ഞിരുന്നത്. അദ്ദേഹം നേരത്തെ കൊല്ലപ്പെട്ടിരുന്നോ എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ പരന്നിരുന്നു. മാസങ്ങളായിട്ട് അമേരിക്കയും ഇസ്രായേലും വ്യക്തമായ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടാണ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചത്. എന്തായാലും മൊജ്തബ ഖമേനി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇറാൻ എങ്ങോട്ടെന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രായേലും തുടങ്ങി വെച്ച പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇറാൻ ഈ അടുത്ത ദിവസങ്ങളിലും GCC രാജ്യങ്ങളെ കടന്നാക്രമിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത നിലപാടിൽ തന്നെയാണ് GCC രാജ്യങ്ങളും. ഇറാൻ കൂടുതൽ ആക്രമണം നടത്തിയാൽ തങ്ങൾ തിരിച്ച് ആക്രമിക്കുമെന്ന് GCC രാജ്യങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. എന്തായാലും മൊജ്തബ ഖമേനി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇറാനിൽ ഒരു വശത്ത് പ്രക്ഷോഭം, മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം 2 പരമോന്നത നേതാക്കളാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ആൾ 1979 മുതൽ 1989 വരെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള റുഹള്ള ഖമേനി. രണ്ടാമത്തെ ആൾ തൊട്ടു മുമ്പ് കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനി.
88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം. ഓരോ 8 വർഷത്തിലും നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ അംഗങ്ങളെ കണ്ടെത്തുന്നത്. പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായിട്ടാണ് മുസ്തഫയെ പറ്റി പറയുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്ക് പിന്നിൽ മുസ്തഫ ഖമേനി തന്നെയായിരുന്നുവെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. രാജ്യാന്തര റിപ്പോർട്ടുകൾ അനുസരിച്ച് മുസ്തഫ ഖമേനിക്ക് ഒരുപാട് സ്വത്തുണ്ട്. അതായത് ഇറാന് പുറത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആഡംബര വസതികളും സ്വിസ് ബാങ്കിൽ അക്കൗണ്ടും എല്ലാം ഉണ്ടെന്നാണ് നിലവിലെ വിവരം. അദ്ദേഹത്തിന്റെ പിതാവായ ആയത്തുള്ള അലി ഖമേനി എപ്പോഴും പറഞ്ഞിരുന്നത്, അതായത് ഇറാനിയൻ ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നത് ലളിതമായ ജീവിതം നയിക്കാനാണ്. ജനങ്ങളോട് സാധാരണ ജീവിതം നയിക്കാൻ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകന് ഇറാന് പുറത്ത് കോടിക്കണക്കിന് ഡോളറിലധികം ആസ്തിയുണ്ട്. $138 മില്യൺ വിലമതിക്കുന്ന ഒരു ആഡംബര വീട് ബ്രിട്ടനിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനു പുറമെ ലണ്ടനിലെ ആഡംബര വീടുകൾ, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹോട്ടലുകൾ അടക്കമുള്ള വ്യാവസായിക സംരംഭങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. യൂറോപ്പ്, ഗൾഫ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലുടനീളമുള്ള പല പ്രോപ്പർട്ടികളിലും നിക്ഷേപങ്ങളുമുണ്ട്. ലണ്ടനിലെ എക്സ്ക്ലൂസീവ് ബിഷപ്സ് അവന്യൂവിലാണ് ചില സ്വത്തുക്കൾ ഉള്ളത്. ശതകോടീശ്വരന്മാരുടെ നിര എന്ന് വിളിക്കപ്പെടുന്ന ഇവിടെ ആസ്തി സ്വന്തമാക്കുന്നതിന് വലിയ തുക തന്നെ ചെലവഴിക്കണം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയശക്തിയായിരുന്നു ആയത്തുള്ള അലി ഖമേനിയെങ്കിൽ വിപ്ലവാനന്തര ഇറാനെ പശ്ചിമേഷ്യയിലെ കരുത്തുറ്റ സൈനിക രാഷ്ട്രീയ ശക്തിയായി വളർത്തിയത് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിന്റെ തുടർച്ചയായി മകൻ വരുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല. പാശ്ചാത്യ ശക്തികൾ ഇനിയും മുസ്തഫയെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട്. അതേസമയം ആഗോളതലത്തിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനങ്ങൾ മുസ്തഫ ഖമേനിയെ എങ്ങനെ ഉപയോഗിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ആയത്തുള്ള അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് മുസ്തഫ ഖമേനി. 17-ാം വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൽ ചേർന്ന മുസ്തഫ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ റവല്യൂഷണറി ഗാർഡിൽ വലിയ സ്വാധീനം മുസ്തഫ ഖമേനിക്കുണ്ട്. IRGCയുടെ ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുസ്തഫ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനിലെ അംഗങ്ങളാണ് പിന്നീട് ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. 1999 ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഖുമിലെ ഷിയ സെമിനാരിയിൽ മുസ്തഫ മത പഠനത്തിന് ചേർന്നു. അലി ഖമേനിയുടെ അടുത്ത സുഹൃത്ത് ആയത്തുള്ള മുഹമ്മദ് തവി മെസ്ബ യസ്ദി ആയിരുന്നു ഗുരു. ഖുമിലെ പഠനത്തിന് ശേഷം ഇറാന്റെ ഏറ്റവും സുപ്രധാന അധികാര കേന്ദ്രമായ ഖമേനിയുടെ ഓഫീസിന്റെ ചുമതലയിൽ മുസ്തഫ എത്തിയിരുന്നു. മുസ്തഫ ഖമേനി തന്നെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. വലിയ ആരോപണമാണ് ഇതിനെതിരെ ഉയർന്നിരുന്നത്. എന്തായാലും 2000-ഓടെ മുസ്തഫ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി. 2005-ൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഹ്മൂദ് അഹമ്മദി നജാദിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ മുസ്തഫ ഇടപെട്ടിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. 2009-ൽ അഹമ്മദി നജാദിന് തുടർഭരണം സമ്മാനിച്ച തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യവ്യാപകമായി നടന്ന ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട പ്രക്ഷോഭത്തെയും 2022-ൽ മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെയും അടിച്ചമർത്തുന്നതിലും മുസ്തഫ വലിയ പങ്ക് വഹിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇറാന് പുതിയ പരമോന്നത നേതാവ് എത്തിക്കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും പുതിയ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നതല്ല. കാരണം ഇതിനു മുമ്പ് അത് തന്നെയാണ് സംഭവിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ ഇതിനു മുമ്പ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആക്രമണം നടത്തിയാണ് വധിച്ചത്. മാസങ്ങളോളം നീണ്ടു അതിന്റെ പദ്ധതി തയ്യാറാക്കാനായിട്ട്. എന്തായാലും ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മുസ്തഫ ഖമേനിയുടെ ഭരണത്തെയാണ്. ഒരു വശത്ത് ഇറാനിനകത്ത് തന്നെ പ്രക്ഷോഭം നടക്കുന്നു, മറുവശത്ത് ഇസ്രായേലും അമേരിക്കയും തക്കം പാർത്തിരിക്കുന്നു. ലോകം ഇപ്പോൾ വലിയ ആകാംക്ഷയിലാണ്. എല്ലാ കണ്ണുകളും ഇറാനിലേക്കാണ് ഇപ്പോൾ.